ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷൈൻ വീഡിയോസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഒരു ഹെയർ ബണ്ണ് ഉണ്ടാക്കിയെടുക്കാം. ഇതിന് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, അതുപോലെ തന്നെ കൈ തുന്നു പോലും അതിനാവശ്യമായിട്ടില്ല. അപ്പോൾ വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ വേണ്ടി പറ്റും. സ്റ്റിച്ച് ചെയ്യാൻ അറിയാത്തവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ബണ്ണാണ് ഇന്നത്തെ വീഡിയോ. അതിനായിട്ട് ഇതുപോലൊരു നെറ്റ് ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. കുറച്ച് മുമ്പേ ഞാൻ ഇതുപോലെ കുറച്ച് പീസുകൾ കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതുപോലത്തെ ഒരു ബണ്ണിലേക്ക് അതിനെ ഒന്ന് ചേർത്ത് കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതുപോലെ ഇങ്ങനെ ചുരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഇതുപോലെ സെൻറ്റർ ഭാഗം ഒന്ന് മടക്കിയെടുക്കാം. അതിനുശേഷം ഈ ഒരു ബണ്ണിലേക്ക് ചേർത്ത് ഇങ്ങനെ ഒന്ന് അതിൻ്റെ ഉള്ളിലൂടെ കയറ്റി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് കെട്ട് വരുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗം ഒരേ സൈഡിലേക്ക് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ അതിനെ ഇതുപോലെ തന്നെ ഒന്ന് കെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നിലത്തിട്ടിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ സൈഡൊന്നും മാറാതെ തന്നെ നമുക്ക് കറക്റ്റാക്കി അതിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇനി നമുക്ക് മൊത്തമായിട്ട് ഇതിനെ ഒന്ന് കെട്ടി യോജിപ്പിച്ച് കൊടുക്കാം. ഫൈനലായിട്ട് ഒന്നുകൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതോടുകൂടി അത് മുഴുവനായിട്ട് കംപ്ലീറ്റ് ആയിട്ടിരിക്കുകയാണ്. അതിനുശേഷം നമുക്ക് അതിലേക്ക് കുറച്ചുകൂടി പരിപാടികളുണ്ട്. എടുത്തിട്ടുള്ള ഈ ഒരു നെറ്റ് ക്ലോത്ത് എല്ലാം ഒരേ സെയിം അളവല്ലല്ലോ വരുന്നത്. അതുകൊണ്ട് തന്നെ അതിന് മൊത്തത്തിൽ ഇതുപോലെ കത്രിക വെച്ച് കൊണ്ടൊന്ന് ഷേപ്പാക്കി കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒത്തിരി ഹെയർ ബൺസ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന പോലെയുള്ള ഐഡിയാസാണ് അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഒന്ന് പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക, അതുപോലെ തന്നെ അതിനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ആദ്യമായിട്ടൊക്കെ ഷൈൻ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു സാറ്റിൻ റിബൺ 1/4 ഇഞ്ച് വീതി വരുന്ന ഒരു സാറ്റിൻ റിബണാണ് എടുക്കുന്നത്. ആ ഒരു സാറ്റിൻ റിബണ് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ടൊന്ന് മടക്കി കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു മുത്തുകളുണ്ടല്ലോ, ആ ഒരു മുത്തുകളെ രണ്ട് ഭാഗത്തും ഇതുപോലെ ഒന്ന് കോർത്ത് കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നല്ല ഫിറ്റായിട്ട് ഒന്നുകൂടി ഒന്ന് കെട്ടിക്കൊടുക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം കിഡിലനായിട്ടുള്ള വീഡിയോയുമായിട്ട് വരാം. താങ്ക് യു.